അടുത്ത മഴയ്ക്ക് മുമ്പ് ഇവിടെയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര ചെളിയാണ്. മഴയ്ക്ക് മുമ്പ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെ കുറച്ച് ചെളിയാണ് കേട്ടോ. മഴയാണെങ്കിൽ ചെളി അടിച്ച് കയറുമെന്നാണ് തോന്നുന്നത്. കുറച്ച് പിള്ളേരവിടെ മീനെ പിടിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 10-15 മീനെ കണ്ടായിരുന്നു. ഇവിടെ നമ്മളങ്ങോട്ട് മാറി നിൽക്കുവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വരുവാണെങ്കിൽ അവന്മാരെ ഇവിടെ കാണാൻ പറ്റും. വലുത്. നമുക്ക് ചൂണ്ടയിടാൻ നോക്കാം. നല്ല പൊള്ളുന്ന ചൂടാണേ. മഴ വരുന്നുണ്ട്. ഭയങ്കര ചെളിയാണ് ഇവിടെയൊക്കെ. തൊടുന്നിടത്തൊക്കെ കാണാനൊന്നും ഇല്ലെങ്കിലും തൊടുന്നിടത്തൊക്കെ ചെളിയാവും. നമ്മളെ മീനെ പിടിക്കാം. ഞാനിതുവരെ മീനെ പിടിച്ചിട്ടുമില്ല, മീൻ പിടിക്കാൻ പോയിട്ടുമില്ല. എന്നാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു രസം. ഇത് ഇട്ട് നോക്കാം. ഞാൻ കുറേ നേരം ചൂണ്ടയും പിടിച്ചിരുന്നു. ഒരൊറ്റ എണ്ണം കൊത്തുന്നു പോലുമില്ല. കുറച്ച് പിള്ളേർ അവിടെ ഇരിപ്പുണ്ട്. അവന്മാരോട് ചോദിക്കുക എന്താ പരിപാടി. അവന്മാരെന്തോത്തിനെ പിടിച്ച് കുപ്പിയിലാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയ മീനെ പിടിച്ചിട്ടാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നമ്മുടെ ഇത് കുറച്ച് വലുതാണ്. വലിയ ഹൂക്കാണത്. നമുക്ക് ചെറുതിട്ട് നോക്കാം. മീനിന് സംഭവം മനസ്സിലായി. നമ്മൾ വില്ലന്മാരാന്നുള്ളത്. ആ പിള്ളേർക്ക് ഒന്നും കിട്ടുന്നില്ല. അവന്മാർ ലൈവ് മീനെ പിടിച്ചിട്ട് അവിടെ ചെറിയ മീനെ പിടിക്കും. അതിനെ ഇട്ടിട്ടാണ് ചൂണ്ട ഇടുന്നത്. വിശക്കാൻ തുടങ്ങി. നമുക്കിനി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് മീൻ തീറ്റ കൊടുക്കാം. അതുകൊണ്ടോ മീൻ കണ്ടോ, ഒരു 5-6 എണ്ണം ഉണ്ട്. അതോ നോക്ക്, മിണ്ടാതിരിക്കുവാണെങ്കിൽ അവന്മാർ വരും. ആ കുപ്പിയിൽ അവിടെ കാണുന്നുണ്ടോ ഇയാളുടെ യമണ്ട മീൻ. നല്ല മഴ വരുന്ന പോലെ ഉണ്ട്. സിമ്പിൾ പരിപാടിയാണ്. അടിച്ച് തിമിർത്ത് പെയ്യോ. ഇവിടെ ഒരു ബോട്ട് മറിഞ്ഞ് കിടപ്പുണ്ട്. ഉപേക്ഷിച്ചാണ്. മുഴുത്തത് കണ്ടോ. പോയി അവൻ മുഴുത്തവൻ പോയി. കയ്യിലുള്ള മസാലകളൊക്കെ കുറച്ചങ്ങ് എടുക്കും. അത്ര തന്നെ. ഉപ്പിപ്പം അവസാനം ഇടണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണേലും ഇടാം.
മുട്ട കലങ്ങി നാശമായിപ്പോയി. നമ്മൾ ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. എനിക്കൊരു സംശയം വന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് പൊട്ടിച്ചൊഴിച്ച് നോക്കി. മഴ എത്തിപ്പോയി കേട്ടോ, നല്ല അടിപൊളി. ഏത് അവസ്ഥയിലാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാത്തിരിക്കാം. അടിപൊളി. പുറകിൽ നിന്നാണ് കാറ്റടിക്കുന്നത്, ഡയറക്ഷൻ ഇങ്ങനെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അടിച്ചാൽ ചിലപ്പം ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സൂപ്പർ. അധികം വലിയ കാറ്റൊന്നുമില്ല. മൊത്തം ചെളിയായി, ചെളി വെള്ളമാണ്. മഴയുടെ ഈ മൂട് പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിക്കാം. എനിക്ക് നല്ല വിശക്കുന്നു. മീനെ നോക്കാൻ പോയി കുറേ സമയം. ആ പിള്ളേർക്കൊന്നും കിട്ടിയില്ല കേട്ടോ. മഴ കഴിഞ്ഞു. വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യമൊന്നുമില്ല ഇവിടെ. മൊത്തം ചെളിയാണ് ഇവിടെ, ഒരു രക്ഷയില്ല. ആ മഴ പോയി അടുത്ത മഴ വരുന്നു. ഇപ്പം നല്ല തെളിഞ്ഞ്. പിള്ളേർ പിന്നെ മീൻ പിടിക്കാൻ വരുന്നുണ്ടല്ലോ. വെള്ളം കുറച്ച് കലങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഒന്നും കൂടെ ട്രൈ ചെയ്യും. നമ്മുടെ വിശപ്പ് മാറിയില്ലേ, ഇനി നമുക്ക് കുറച്ച് മീനിൻ്റെ വിശപ്പ് മാറ്റാം. നമ്മളാ കഴിച്ച സാധനമാണേ. ഇത് ഹൂക്ക് ചെറുതാണ് ഇട്ടിരിക്കുന്നത്. നല്ല അറിവും വിദ്യാഭ്യാസവും ഉള്ള മീനുകളാണ്. വിദ്യാഭ്യാസം മാത്രം പറ്റത്തില്ല, അറിവും കൂടി വേണം. നല്ല അറിവാണ്. ഒറ്റ എണ്ണം കൊത്തുന്നില്ല. ഒരു 10-15 മീനുണ്ടെന്നേ. നല്ല ഈ കയ്യിൽ വലിപ്പമുള്ള വലിയ മീനുണ്ട് ഇവിടെ. നമ്മൾ കുറച്ച് സമയം അങ്ങ് മാറി നിന്നാൽ മതി. ഇവിടെ എത്ര എണ്ണം വന്ന് നിൽക്കുമെന്നറിയാമോ? ഇപ്പോൾ വലിയൊരുത്തൻ മുകളിൽ വന്നിട്ടാണ് പറയും. മീനിപ്പോൾ ഫ്രീ ആയിട്ട് തീറ്റ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടാന്നാണ് പറയുന്നത്. എന്തോ ചെയ്യും? മീനൊന്നും ഭക്ഷണം വേണ്ടാന്നാണ് പറയുന്നത്. ഞാൻ കണ്ടില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഞാൻ കണ്ടതാന്നേ. അവിടെ ഒരു 10-15 എണ്ണം ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. നമ്മൾക്ക് രാത്രി ഇവിടെ സ്റ്റേ ഇല്ല കേട്ടോ. നമ്മൾ ഇവിടെ വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല. ഇപ്പോൾ പറ്റത്തില്ല, ഇപ്പോഴല്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു വെയിലാകുമ്പോഴേക്കും. കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാടന്തിയുണ്ട്, മുള്ളന്തിയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാടന്തി ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതുണ്ടോ കാടന്തി എന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയുടെ കാൽപ്പാടുകളാണ് ഈ കാണുന്നത്. ഞാനാദ്യം വിചാരിച്ചു ഇവിടെ ഈ പശുവിനെ തീറ്റുന്ന പശുവിൻ്റെ കുളമ്പാണെന്ന് വിചാരിച്ചത്. പശുവിൻ്റെ കുളമ്പല്ല. ഇത് കണ്ടോ, 2 എണ്ണം ചെറിയതായിട്ടുള്ള വീതി കുറഞ്ഞ് 2 എണ്ണം. പശുവിൻ്റെ അങ്ങ് കുറേ ആൾക്കാർ പശുവിനെ തീറ്റുന്നുണ്ട്. അത് ഇതിൻ്റെ അപ്പുറം അങ്ങേറ്റത്താന്ന് തോന്നുന്നത്. അപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനത്തെ വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ലോക്കൽസിലോണ് ചോദിച്ചറിയുക.
അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് എന്നോട് പറഞ്ഞത്. അടുത്ത മഴ തുടങ്ങി. ഇനിയിങ്ങനെ ഗ്യാപ്പിട്ട് മഴ വൈകുന്നേരം ആകുമ്പോൾ പെയ്തുകൊണ്ടേയിരിക്കും. ഇത് കുറച്ച് സമയം നിൽക്കും, പിന്നെ അടുത്ത മഴ വരും. നല്ല മയമുള്ള അടിയിലൊക്കെ നിറയെ ചെളിയാണ്. കുറച്ച് നേരം അങ്ങ് ഉറങ്ങിയിട്ട് പോയേക്കല്ലേ. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. രാത്രി എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. നല്ല അടിപൊളിയായിട്ടൊന്ന് റിലാക്സ് ചെയ്തു, എല്ലാം പാക്ക് ചെയ്ത് പോവുകയാണ് ഞാൻ. പുതിയ ആൾക്കാരവിടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർ കുറച്ച് നേരം മീനിന് തീറ്റയൊക്കെ കൊടുത്തിട്ട് അവർ പൊക്കോളും. ഞാൻ കുറച്ച് നേരം കൊടുത്തു. മീനുകളൊക്കെ സന്തോഷത്തോടുകൂടെ കഴിച്ചു. അപ്പോഴും നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.